ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുഞ്ഞു വ്ളോഗാണ്. അപ്പം കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. കുഞ്ഞു വ്ളോഗ് എന്ന് വെച്ചാൽ ഭയങ്കര കുഞ്ഞൊന്ന് പറ്റി ലോങ് ആക്കാൻ നോക്കാം. കാണിച്ചാൽ ഇതാണ് എൻ്റെ ബെഞ്ചിൻ്റെ അവസ്ഥ. ഇങ്ങനെയൊന്നല്ല, നമുക്കൊരു ജോലി കാണിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. സൂപ്പറായിട്ട് നിങ്ങൾ ഇതുവരെയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ അടങ്ങിയിട്ട് ജേർണലിംഗ് വീഡിയോ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ചാൻസ് ഇല്ല. അപ്പം നമുക്ക് ജേർണലിംഗ് വീഡിയോ ചെയ്യാം. Let's go to our ചാൻസിലെടുത്ത് വെച്ചോട്ടോ. ബെഞ്ച് ക്ലീൻ ആയിട്ടാണ് ബെഡിൽ നിന്ന് ചെയ്യുന്നത്. ഇതിൻ്റെ ബാഗ് എടുത്തുകൊണ്ട് വെക്കും ചെയ്യാം. ഇതാണ് എൻ്റെ ജേർണലിംഗ് ബുക്ക് ഓപ്പൺ എൻ്റെ കണ്ടത് എപ്പോഴും എൻ്റെ ക്യാമറക്ക് വെക്കുന്നില്ല. ഇത് അബദ്ധമാണ്. ഏതായാലും വേണ്ടി ആവശ്യമില്ല. നിങ്ങൾ ജേർണലിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി, കാണുന്നാൽ മതി. എൻ്റെ ഇത് മുതലാണ് ജേർണലിങ് തുടങ്ങുന്നത്. ഫസ്റ്റത്തെ ജേർണലിങ് താഴെ രണ്ടാമത്തേത് മൂന്നാമത്തേത് ബട്ടർഫ്ലൈ ജേർണലിങ്. ചെറിയ ഇത് കുറോമീൻ്റെയും മൈൻഡിൻ്റെയും ജേർണലിങ്. നിങ്ങളത് മൈൻഡാക്കൊന്നും വേണ്ട, അത് സ്ഥിരം പരിപാടിയാണ്. എപ്പോഴും വീഡിയോ ഇടുന്ന പരിപാടിയാണ്. പിന്നെ ഇത് ബ്ലൂ ജേർണലിങ്, പിന്നെ ഇത് ബ്രൗൺ ജേർണലിങ് ചെയ്യാൻ വെച്ചാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ചെയ്ത ജേർണലിങ്ങിലാണ് ഇതൊക്കെ. ഇതൊരു ഗേളിനെ വെച്ചാണ്. പൊട്ടത്തിനെ എപ്പോഴും വരയ്ക്കുമല്ലോ. ഇതെൻ്റെ ക്യാമറയൊക്കെ സാവധാനമാണ്. എനിക്ക് കണ്ടിട്ടോ, എൻ്റെ ക്യാമറയിൽ സ്ഥിരം ഉണ്ടാകുന്ന സാധനമാണ്. നമുക്ക് ജോലിയിലേക്ക് സെറ്റപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് സാധാരണ ഒരുപാട് ഞാൻ വളരെ സെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത്. എനിക്കൊന്നും അധികം പേര് അങ്ങനെ ചെയ്യാറാണ്. ചിലക്കൊക്കെ എനിക്ക് ഞാനിപ്പോൾ കുഞ്ഞു കിട്ടിയ എത്രയില്ലേ പൈസ വയ്ക്കുന്ന അച്ഛനമ്മയും വാണിച്ചേരാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും അവസ്ഥ ഒന്നും പറയാൻ പറ്റില്ല. പിഞ്ചിലാണ് ഞാൻ ജേർണലിംഗ് സപ്ലൈസ് ചെയ്തെടുക്കണം. പറയിച്ചു അതിൻ്റെ ഉള്ളിൽ പിന്നെ കളേഴ്സും വെക്കും. ഫസ്റ്റ് തന്നെ ഇതാണ് ഒട്ടിക്കുന്നത്. ഒരു മെമോ പാഡാണ്. അത് ഞാൻ ഇവിടെ ഒട്ടിച്ചു കൊടുക്കണേ. ഇവിടെയാണ് ഞാൻ ഫസ്റ്റ് ഒട്ടിച്ചു കൊടുക്കണത്. ആദ്യം ആ മെമോ പാഡിന് ബാഗിൽ പശയാക്കി കൊടുക്കാം. അപ്പം മെമോ പാഡിന് നമ്മൾ പശയാക്കിയിട്ടുണ്ട്. മെമോ പാഡിന് പശയാക്കിയിട്ടുണ്ട്. നമുക്കിത് ഈ മുകളിൽ തന്നെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഒരു ജേർണലിംഗ് സ്റ്റിക്കർ ആയിരുന്നു ഇത്. അതിലത്തെ സ്റ്റിക്കർ ഫുൾ കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഒട്ടിക്കാറ്. ഇതെടുക്കണോ വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇത്ര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇതെടുത്തു. ഇതിൻ്റെ പേരെന്തായിരുന്നു? മറന്നുപോയി. കിട്ടിയാൽ ഞാൻ പറയായിരുന്നു. കത്രിക കുട്ടീനെ എടുക്കണം. ഇതാണ് യൂസ് ചെയ്യുന്ന കത്രിക. സിസർ
കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തുകൊണ്ട് വെക്കുകയാണ്. കട്ട് ചെയ്ത് എനിക്ക് ഈ പീസ് കഴിഞ്ഞാൽ എന്ത് എൻ്റെ മുകളിൽ ഞാൻ ഇട്ടിട്ട് വരുന്നുണ്ട്. അപ്പം ഇതാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയത്. അപ്പം നമുക്കിത് ഇടാം. ഈടെ ഒന്ന് സ്റ്റിക്കർ കൊടുക്കും. ഈടെ വേണ്ടേ, ഞാൻ വലിയ ജോലിങ്ങിൻ്റെ ആളൊന്നുമല്ല. ഞാനിപ്പോൾ പഠിച്ച് വരുന്നതിലും ആൻറ്റി മൈക്കെല്ലാം ജോലിങ് ചെയ്യാൻ അറിയാം. മീൻസ് ഏച്ചി, മിന്നേച്ചി, ചിന്നാൻറ്റി, അങ്ങനെ ഇങ്ങനെ കുറേ ഏച്ചിമാരുണ്ട്. ഞാൻ ആൻറ്റീന്ന് കളിക്കില്ല, ഏച്ചിമാരെ ശരിക്കും. ഞാൻ ശരിക്കും ആൻറ്റിമാരെന്നാണ്, ശരിക്കും ഏച്ചിമാരെന്നാ വിളിക്കേണ്ടവരെ ഏച്ചിമാരാണ്. നമ്മൾ ചിന്നാൻറ്റി മിന്നു ആൻറ്റി എന്നല്ല വിളിക്കുന്നത്. മിന്നാൻറ്റി പറഞ്ഞ ഏച്ചി കാണാൻ നല്ല ചിത്രം വരെ ജോലിങ് നല്ല ഏച്ചിക്ക് നല്ലോണം ചെയ്യാൻ അറിയാം. ഇവിടേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇവിടെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു ഒപ്പിക്കലേ ഒപ്പിച്ചിട്ട് ഒരു മെമ്മോ പാഡുണ്ട്. ആ മെമ്മോ പാഡിന് ഈ മോളിൻ്റെ ഇത് കണ്ടോ, ഇത് മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗം എന്ത് ചെയ്യണം അറിയോ, ഈ ഭാഗവും ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി കട്ട് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് ഗൈസ്. മീൻസ് ഇപ്പം കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്. നിങ്ങൾക്ക് ഒരു സൺഡേ വീഡിയോ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് ഈ റൈറ്റിങ്സ് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. പിന്നെ ഈ സാധനങ്ങൾ ഇത് നമ്മൾ ഇങ്ങനെയല്ല വെച്ചെടുക്കണം. ഇതിൻ്റെ എഴുതിയത് കണ്ടോ, അതിൽ ഇങ്ങനെ ഇങ്ങനത്തെ ഷേപ്പ് ഉണ്ടാവും. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ തിരക്കടിച്ചിട്ടാണ് എഡിറ്റൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ചോദിച്ചു ഇതിപ്പോൾ അടുത്ത മാസം ഇടാമെന്ന് വിചാരിച്ചാൽ എന്നെ കാരണം വെച്ചാൽ അത്രയും തിരക്കാണിപ്പം. സ്കൂളിൽ നിന്ന് ഹോംവർക്ക്, ഡാൻസിന്, ഇപ്പോൾ സ്റ്റേജ് കോളേജിൽ ആനുവൽ ഡേ, പിന്നെ സ്കൂളിലത്തെ ഡാൻസ്, ഹോംവർക്ക് എന്തെല്ലാം ഉണ്ട്. നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ അമ്പലത്തിൽ ഡാൻസ് പരിപാടി ഉണ്ട്, അവിടെ പോകണം. ഒക്കെ പണിയാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ഇടാനേ പറ്റൂല. അടുത്ത ദിവസം അടുത്ത ദിവസം ഡാൻസും ആനുവൽ ഡേ എല്ലാം കൂടി ആയതുകൊണ്ട് അടുത്ത മാസം 1-ാം തീയതി ആനുവൽ ഡേ. എന്ത് ചെയ്യാനല്ലേ. അപ്പം ഭയങ്കര പണിയാണ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ എനിക്ക് ചെയ്യാൻ. സമയം കിട്ടുമ്പോൾ ഓരോ ജോലിങ്ങൊക്കെ ചെയ്യും. പിന്നെ ഒരാഴ്ച 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ ഇടും. പറഞ്ഞിട്ടെന്ന കാര്യം ഞാനങ്ങനെ കേസ് എപ്പോഴും നേരത്തെ വീഡിയോ എടുക്കും, ഇല്ല വൈകി എഡിറ്റ് ചെയ്യും. അതാണ് എൻ്റെ സ്ഥിരം ഹോബി കാരണം പറ്റിയ കാര്യമില്ല. അങ്ങനെ ഹോബിക്ക് പറഞ്ഞുകൊണ്ട് ഞാനിത് പൈസ തിരിച്ചെടുത്തിട്ടുണ്ട്. ഞായറാഴ്ച എടുത്ത വീഡിയോ ആയതുകൊണ്ട് ഒത്തിരി തകിടം പൊടുകയെല്ലാം ഉണ്ട്. ഞായറാഴ്ചയല്ലേ, ഒത്തിരി തിരക്കൊക്കെ കാണൂലേ. അടുക്കടുക്ക് ഫോണിൻ്റെ ഇടുക്കി വീലേന് എന്നോട് ക്ഷമിക്കണം. കാരണം വെച്ചിട്ട് സ്റ്റീരിയോയിലെ സ്റ്റാൻഡ് പോലും ഇല്ല. അത് ഒട്ടിച്ചു കഴിഞ്ഞു ഗൈസ്. ഇത് ഞാൻ വിചാരിക്കുന്നത് ഇത്രയും സ്ലോലി ചെയ്യണമെന്ന്. ഇത് ഞാൻ ഏത് സുഖം സ്ലോലി ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് സ്ലോലി ചെയ്ത് ആർക്കെങ്കിലും സ്പീഡ് ചെയ്യുന്ന ഇഷ്ടമുണ്ട് ഗൈസ്. എനിക്ക് തിരക്കുറിച്ച് ചെയ്യുന്നില്ല ഇഷ്ടമില്ല. എവിടെയെങ്കിലും പോകുന്നതാണെങ്കിലും എനിക്ക് തിരക്കുറിച്ച് ചെയ്യുന്ന ഇഷ്ടമില്ല ഗൈസ്. അതെന്താണെന്ന് എനിക്കറിയില്ല. സ്കൂളിൽ പോകുന്നതിന് തിരക്ക് പിടിക്കൊന്നുമില്ല. അപ്പം ഇനി മാർച്ചിൽ എക്സാമൊക്കെ ആയില്ലേ ഗൈസ്. എന്നാണ് പഠിക്കുകയൊക്കെ വേണം. അങ്ങനെയും കുറേ ലീവ് പോയി.
ആ ടൂർ വീഡിയോ ഞാൻ കഴിഞ്ഞ യൂട്യൂബ് ചാനലിൽ ഇതും പറഞ്ഞിരുന്നു, പക്ഷെ ഇടാൻ പറ്റിയില്ലായിരുന്നില്ല, വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. ഇത് ഭയങ്കര പണിയായിരുന്നു. അപ്പം ഞാനിത് ഈ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ എല്ലാ ഡോഗിനെ മാത്രം എടുത്തോട്ടോ. ഈ ഭാഗമെല്ലാം കട്ട് ചെയ്ത് ഒന്ന് സെറ്റാക്കി കൊടുക്കാണ്. സൂക്ഷിച്ച് കട്ട് ചെയ്തില്ലെങ്കിലേ നല്ല പണിയാകും. ഞാൻ ഇത് വീഡിയോ ഒട്ടിച്ചു കിടക്കുന്നു കേട്ടോ. ഇത് ഭയങ്കര ലോങ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയൊന്നും എടുക്കാൻ പറ്റത്തില്ല ഗൈസ്. വേഗം ഇതാകും. ഇച്ചിരി സമയം എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ ഇനിയും ജേർലിങ് സെക്കൻഡ് പാർട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും കാത്തിരുന്നു ജേർലിങ് ഫസ്റ്റ് പാർട്ട്, ജേർലിങ് സെക്കൻഡ് പാർട്ടൊക്കെ. ഫസ്റ്റ് പാർട്ട് ഇതാണിങ്ങനെയാണ്. അതുകൊണ്ട് ജേർലിങ്ങിൻ്റെ പാർട്സൊക്കെ ഇറങ്ങി തുടങ്ങി. എൻ്റെ അമ്മേ കേട്ടോ വെച്ചാൽ കേട്ടത് കമൻറ്റ് ചെയ്തേ. നമുക്ക് ഇത്തിരി ഇതൊക്കെ ആവണ്ടേ. അപ്പം ഞാൻ തൽക്കാലം ഇത്രയും ജേർലിങ് ചെയ്യുന്നില്ലല്ലോ, കുറച്ചും കൂടി ചെയ്ത് നിങ്ങൾക്കൊന്ന് സുഖാക്കിപ്പിക്കാം. അപ്പം ഞാൻ ലാസ്റ്റ് എടുക്കുന്നത് വെച്ചാൽ ഇതാണ് മോണിൻ്റെ ഇത്. അതും കൂടി സെറ്റാക്കിയ ശേഷം നിങ്ങൾക്ക് വേഗം വീഡിയോ നടത്തുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ലോങ് ആയി കളഞ്ഞു ഗൈസ്. 11 മിനിറ്റൊക്കെ ആയി കേട്ടോ ഒരു കഴിഞ്ഞ്. ഇത് നമുക്ക് ഇവിടെ ഒട്ടിച്ചിടും. സ്റ്റിക്കറിൽ നിന്ന് നമുക്ക് 2-3 എടുത്ത് ഒട്ടിച്ചെടുക്കാം. ഞാൻ പർപ്പിൾ കളറാണ് കേട്ടോ. പർപ്പിൾ കളർ കഴിഞ്ഞോണ്ട് ഞാൻ പിന്നെ ബ്ലൂ മിക്സഡ് പർപ്പിൾ പോലത്തെ ഒരു പർപ്പിൾ കളർ എടുക്കുന്നുണ്ട്. പിന്നെ ആദ്യം ഞാൻ തലയിരിച്ച് പിടിച്ചു ഗൈസ്. പിന്നെയാണ് ഞാൻ നേർക്കാക്കിയത്. ഞാൻ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് ഒരാൾക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു. ഞാൻ അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഒട്ടിച്ചു കൊടുത്തിന് കേട്ടോ. അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഇത് ഇവിടെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ പർപ്പിൾ അത്രയൊന്നുമില്ല, ബ്ലൈറ്റ് പർപ്പിൾ എടുത്തൊരു ഷെയ്ഡ് എടുത്തു. അത് പിന്നെ ഒന്ന് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ റൗണ്ട് സാധനം അത് ഇതെടുത്ത് ഇത് തേച്ച് ഇതിങ്ങനെ വെച്ച് അത് അവിടെ ഒട്ടിച്ചോട്ടെ. ആ സൈഡിൽ ഞാൻ കാണിച്ചു തരാം. സൈഡിൽ 2 ഒട്ടിച്ച് ഈ സൈഡിൽ 2 ഒട്ടിക്കണം. അങ്ങനെ ആ സൈഡിലും 2 ഒട്ടിച്ചാൽ നമ്മൾ പണിയുടെ വശത്ത് കയറണം പൈസ. റൈറ്റിങ്സ് ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയോ ലോങ് ആണിത് ഈ വീഡിയോ. ഓൾറെഡി നല്ല ലോങ് ആയ പണിയാണ്, ഇടാനൊക്കെ പണിയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ സാധനം കണ്ടോ അതും കൂടി അങ്ങ് വെച്ചിട്ട് പണിയുടെ തീർക്കാമെന്ന് വിചാരിച്ചു. ആ സാധനം വെച്ചിട്ട് വലിയ ഡിസൈൻ എടുത്തു. അതിൻ്റെ അടുത്ത് ഏത് മൂടല്ലേ. പിന്നെ വേറൊരു മെമ്മോ പാഡിൻ്റെ ഈ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. ആ ഭാഗത്തിൻ്റെ ഇത് മാത്രം ഒന്ന് നോട്ട് ചെയ്തത്. സ്പീഡിലാണ് കട്ട് ചെയ്യുന്ന കാണുമ്പോൾ വെച്ചാൽ ഇത് കഴിയാനായിരുന്നു. ഇത് ഓൾറെഡി ഭയങ്കര ലോങ് ആണ്. അപ്പം ഞാനിങ്ങനെ സംസാരിക്കുന്നില്ല എഡിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് കൂടെ. അപ്പം അങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ എഡിറ്റിങ് വരെയല്ലേ ഭയങ്കര ലോങ് ആയിപ്പോയി കേട്ടോ. എഡിറ്റിങ്ങിൻ്റെ സൗണ്ട് വോയിസ് ഭയങ്കര ലോങ് ആയിപ്പോയി. അതൊക്കെ ഞാൻ പേടിച്ചിരിക്കുക. അപ്പം നമുക്കിത് വേഗം ഇത് ഇവിടെയും കൂടി ഒട്ടിച്ച് എനിക്ക് ഇത്രയുള്ളൂ ജേർലിങ് പറഞ്ഞാൽ അങ്ങനെ ഇത്രയും വീഡിയോ ഗൈസ്. ഇത്രയും ജേർലിങ് വീഡിയോ.
ഇനി ഇങ്ങനത്തെ ജേർണിങ് വീഡിയോ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടൊക്കെ വരുന്നേക്കും. എല്ലാവരും ജേർണിങ് വീഡിയോ ഒക്കെ കാത്തിരുന്നു. ബൈ.